സിനിമയിലേക്ക് താല്പര്യം തോന്നാനിടയാക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ ബാല്യത്തിൽ തന്നെ ഞാൻ സിനിമ ഭയങ്കര, എൻ്റെ ഫാമിലി എല്ലാം മൊത്തം സിനിമ ഭയങ്കര ക്രേസുള്ള ആൾക്കാരായിരുന്നു. എൻ്റെ അമ്മയായാലും എൻ്റെ അച്ഛനായാലും. എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ജമിനി ഗണേശൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അച്ഛന് ആ സമയത്ത് ഇവിടെ നിന്ന് കന്യാകുമാരിയിൽ വരെ അല്ലെങ്കിൽ നാടുകോട് വരെ പോയി സിനിമ കണ്ട ചരിത്രം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ജമിനി ഗണേശൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ പോലും നമ്മളെ സിനിമകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആയിരുന്നു എൻ്റെ അടുത്ത്. അത് ആയിരിക്കാം ഒരു കാരണം. പിന്നെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലാൻഡ് സ്റ്റുഡിയോ, ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രമുഖമായ ഒരു സ്റ്റുഡിയോ ആണ് നെല്ലാൻഡ് സ്റ്റുഡിയോ, സുബ്രഹ്മണ്യ മുതലാളി. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയുടെ അടുത്താണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വെക്കേഷനൊക്കെ ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ ഈ ഷൂട്ടിംഗ് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സിനിമകളിലും ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമായിരിക്കാം എനിക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാൻ കാരണം. അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ബാല്യകാല സുഹൃത്ത് ഉണ്ണി എന്ന് പറയും. ഉണ്ണി പിന്നീട് നമ്മളെ വേലപ്പണ്ണൻ, എല്ലാവർക്കും അറിയാം, നവോദയയിലെ മേക്കമ്മേനായിരുന്നു, വേലപ്പണ്ണൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു. എൻ്റെ ബാല്യകാല സുഹൃത്ത്. അപ്പോൾ ഉണ്ണിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉണ്ണി ഇതുപോലെ എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിയാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് അവസരം വാങ്ങിച്ചു തരുന്നത്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉണ്ണിയാണ് എന്നെ ഉദയഭാനു എന്ന് പറയുന്ന സംവിധായകനെ കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുദേവൻ എന്ന് പറയുന്ന സിനിമ, അത് വർക്കല ശിവഗിരിയിലായിരുന്നു അതിന്റെ ലൊക്കേഷൻ. വർക്കല ശിവഗിരിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മാസത്തോളം അവിടെ താമസിച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതില് ആദ്യത്തെ സിനിമയിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് അന്നത്തെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമ നടൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ ശ്രീ പ്രേംനസീറായിരുന്നു. അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും അദ്ദേഹത്തിനോട് വളരെയധികം എനിക്ക് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് സമയം ചെലവഴിക്കേണ്ട ഭാഗ്യം എനിക്കുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയ മറക്കാനാവാത്ത, എനിക്ക് എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമത് എനിക്ക് കിട്ടുന്ന പടമാണ് GS വിജയൻ ചേട്ടൻ സംവിധാനം ചെയ്ത ചരിത്രം. അതാണ് എനിക്ക് എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ സിനിമ. അതിലെ ജോസഫ് എന്നുള്ള കഥാപാത്രം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. വളരെ ഒരു കോമഡി കലർന്ന ഒരു കഥാപാത്രമാണ്. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പം ഈ ഉദയഭാനു സാറാണെങ്കിലും ഈ GS വിജയൻ ചേട്ടനാണ് എൻ്റെ ആദ്യമായിട്ട് എനിക്ക് അവസരം തരുന്ന വ്യക്തികൾ. പിന്നെ എന്നെ ഈ സിനിമയിലേക്ക് വന്നിട്ട് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഉണ്ണി എന്ന് പറയുന്ന എൻ്റെ ബാല്യകാല സുഹൃത്ത്.